Every child is a canvas, waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. തീർത്തും അപ്രതീക്ഷിതമായി ഇന്ന് തിരുവില്ലോമല മലവട്ടം കിഴക്കേക്കരയിലെ ജനവാസ മേഖലയെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയും ഒപ്പം ചെറിയൊരു ആശങ്കയിലാഴ്ത്തിയും വഴിയരികിൽ ഒരു അണലിപ്പാമ്പ് പ്രസവിച്ചു. കിഴക്കേക്കര സ്വദേശിയായ ജയകുമാറിന്റെ വീട്ടുപറമ്പിലേക്കുള്ള വഴിയിലാണ് ഇന്ന് ഏകദേശം 3.5 മീറ്ററോളം നീളമുള്ള ഭീമാകാരനായ അണലി 10-ലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. വഴിപോക്കരാണ് ഈ അപൂർവ കാഴ്ച ആദ്യം കണ്ട് പരിഭ്രാന്തരായത്. സാധാരണയായി ഒട്ടുമിക്ക പാമ്പുകളും മുട്ടയിട്ട് അവ വിരിയിച്ചാണ് വംശവർദ്ധനവ് നടത്തുന്നതെങ്കിൽ അണലി വർഗങ്ങൾ നേരിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രീയമായി ഓവോവിവി പാരിറ്റി എന്ന് വിളിക്കുന്ന ഈ പ്രക്രിയയിൽ അമ്മപ്പാമ്പിന്റെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് മുട്ടകൾ രൂപപ്പെടുന്നത്. എന്നാൽ ഇവയ്ക്ക് കടുപ്പമേറിയ തോട് ഉണ്ടാകില്ല, മറിച്ച് വളരെ നേർത്ത ഒരു മെംബ്രെയിൻ മാത്രമാണ് ഉണ്ടാകുക. ഈ നേർത്ത ആവരണത്തിനുള്ളിൽ കിടന്ന് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മയുടെ ശരീരത്തിൽ വെച്ച് തന്നെ പുറത്തു വരികയോ അല്ലെങ്കിൽ പുറത്തേക്ക് വീഴുന്ന നിമിഷം ഈ ആവരണം പൊട്ടിച്ച് പുറത്തിറങ്ങുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ പുറത്തുവരുന്ന അണലിക്കുഞ്ഞുങ്ങൾ ജനിച്ച വീര്യത്തിൽ തന്നെ അതീവ അപകടകാരികളാണ് എന്നതാണ് ഏറ്റവും വലിയ ശാസ്ത്ര സത്യം. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഇരപിടിക്കാനും ശത്രുക്കളെ പ്രതിരോധിക്കാനും ആവശ്യമായ വിഷപ്പല്ലുകളും വിഷഗ്രന്ഥികളും ഇവയിൽ പൂർണ്ണ സജ്ജമായിരിക്കും. പലപ്പോഴും മുതിർന്ന പാമ്പുകളേക്കാൾ അപകടകാരികളാണ് കുട്ടി അണലികൾ. കാരണം ദംശിക്കുമ്പോൾ എത്രമാത്രം വിഷം ശരീരത്തിലേക്ക് കയറ്റണമെന്ന് നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ കഴിവ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അതിനാൽ കടിയേറ്റാൽ ഇവ തങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ വിഷവും ഇരയുടെ ശരീരത്തിലേക്ക് ഒന്നിച്ചു കുത്തിവെക്കാൻ സാധ്യതയുണ്ട്. വഴിയിൽ പ്രസവിച്ചു കിടന്ന അണലിയെയും കുഞ്ഞുങ്ങളെയും കണ്ട് വീട്ടുടമസ്ഥനായ ജയകുമാർ ഒട്ടും പരിഭ്രാന്തനാകാതെ ഉടൻ തന്നെ മായന്നൂർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയപ്രസാദിന്റെ നിർദ്ദേശപ്രകാരം വനം വകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവർ കെ രമേശും ഫോറസ്റ്റ് വാച്ചർ വാസുദേവനും അതീവ സുരക്ഷയോടെ സ്ഥലത്തെത്തി. അതീവ ജാഗ്രതയോടെ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ അമ്മപ്പാമ്പിനെയും 10-ലധികം കുഞ്ഞുങ്ങളെയും പ്ലാസ്റ്റിക് ടിന്നിലാക്കി സുരക്ഷിതമായി വനത്തിലേക്ക് മാറ്റുകയായിരുന്നു. പിടികൂടിയവയെ പിന്നീട് ജനവാസമില്ലാത്ത വന്യമേഖലയിൽ കൊണ്ടുപോയി പ്രകൃതിയുടെ സ്വാഭാവിക അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിട്ടു. പാമ്പുകളെ ഭയം കാരണം തല്ലിക്കൊല്ലാതെ വനം വകുപ്പിനെ കൃത്യസമയത്ത് വിവരമറിയിച്ച ജയകുമാറിന്റെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ പ്രകൃതി സംരക്ഷണത്തിന് വലിയൊരു മാതൃകയാണെന്ന് സ്നേക്ക് റെസ്ക്യൂവർ കെ രമേശ് CCV ന്യൂസിനോട് പ്രതികരിച്ചു. കാലത്ത് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ ജയപ്രസാദ് സാറുടെ നിർദ്ദേശപ്രകാരം വന്ന കോളിനടിസ്ഥാനത്തിൽ പോയതാണ്. മലവട്ടത്തെ കിഴക്കേക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയകുമാറിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അണലി പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ ഇത് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കുഞ്ഞുങ്ങളോട് അടുത്തുണ്ട്. 6 കുഞ്ഞ്, ഒരു കുഞ്ഞ് ഡെഡായി കിട്ടി. പിന്നെ അത് ഒരു കുഞ്ഞൊന്നും ആയിരിക്കില്ല, ഒരു 20, 40, 60 വരെ ആരോഗ്യത്തിനനുസരിച്ച് പാമ്പ് പ്രസവിക്കും. പാമ്പുകൾ ഇരിഞ്ഞിറങ്ങുന്ന സമയമാണ്. സൂക്ഷിക്കുക, ചുറ്റുപാടൊക്കെ വൃത്തിയാക്കുക, കാട് മുടിയൊക്കെ വൃത്തിയാക്കുക. ഇതിനെ അമ്മേനെയും കുഞ്ഞുങ്ങളെ എടുത്ത് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി ജനവാസം അല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഫോറസ്റ്റിനുള്ളിൽ കയറി ഇത് റിലീസ് ചെയ്യും. അതാണ് ഇനി അടുത്ത പരിപാടി. പ്രകൃതിയിലെ എലികളുടെയും മറ്റു ജീവികളുടെയും എണ്ണം നിയന്ത്രിച്ച് ജൈവ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അണലികൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.